അല്ല, തെറ്റാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും. ആലപ്പുഴയിൽ ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ഞാൻ ഇന്നലെ ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. ആലപ്പുഴയിൽ ഉണ്ടായത് അത് എത്ര വർഷം മുൻപുണ്ടായിക്കോട്ടെ, എത്ര വർഷം മുൻപും ആയിക്കോട്ടെ, അത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ ശ്രീമതി ഉഷയുടെ മകനെ വിളിച്ചു. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇന്നലെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഈ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണുന്നു. ഡോക്ടറുടെ വീട്ടിൽ പോയി കണ്ടിട്ട് സ്കാനിങ് ഉൾപ്പെടെ അവിടെ ചെയ്യുന്നു. ചട്ടപ്രകാരം അന്ന് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ശ്രീമതി ടീച്ചറിന്റെ കാലത്ത് സ്വകാര്യ പ്രാക്ടീസ് നിർത്തലാക്കിയതാണ്. നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്നുണ്ട്. അവർ തന്നെ പറയുകയാണ് സ്കാനിങ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. അതെ, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും നടപടി എടുക്കുന്നുണ്ട്. അതിൽ കൃത്യമായ നടപടി എടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്വകാര്യ ആഗോള കുത്തകകളെ, ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സ്വകാര്യ ആഗോള കുത്തകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതാണ് എനിക്ക് നേരെയുള്ള ആക്രമണമാണെങ്കിലും. എന്തിനാണ് ആക്രമണം? 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയല്ല, ആരോഗ്യ മേഖലയിലെ സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ മാസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് പൂർത്തീകരിച്ച പദ്ധതികൾ. കോട്ടയം മെഡിക്കൽ കോളേജ് 253 കോടി രൂപയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാം പൂർത്തീകരിച്ച എക്യുപ്മെന്റ്സോട് കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. RCC ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ വീടിന് നേരെ, ഞാൻ താമസിക്കുന്ന വീടിന് നേരെ അതിക്രമം നടത്തുക, ഗേറ്റ് ഇളക്കുക, അവിടെ നിൽക്കുന്ന ഗാർഡിനെ ആക്രമിക്കുക, ഇത് അവിടെ കൊണ്ടുവന്ന് റീത്ത് വെക്കുക, ഇത് അതേപോലെ തന്നെ അവർ പണിത കെട്ടിടമാണ് 2012 എന്ന് ജില്ലാ കളക്ടർ പറയുന്നു. ഇവരുടെ സമരം ഏത് രീതിയിലുള്ള സമരമാണ്? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ജനപക്ഷത്ത് നിൽക്കുന്ന സമീപനങ്ങളും ഇടപെടലുകളും. പക്ഷേ പോലീസിന്റെ വീഴ്ച, 2 പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സയിലാണ്. പോലീസിന്റെ വീഴ്ച എന്ന് പറയുന്നത് ശരിക്കും യൂത്ത് കോൺഗ്രസിന് അതിക്രമമല്ലേ പറയേണ്ടതായിട്ടൊരു കാര്യം? അല്ല, അത് പറയില്ലല്ലോ. കാരണം ഇത് വളരെ പ്ലാൻഡ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. അതിന് ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഈ രീതിയിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു കണക്കുണ്ട്. അന്നത്തെ ആരോഗ്യമന്ത്രി ശിവകുമാർ കൊടുത്ത കണക്കാണ്. ആ 4.5 വർഷത്തിനിടയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരണപ്പെട്ട ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം 930. എൻ്റെ കയ്യിൽ ആ കണക്ക് കിടപ്പുണ്ട്. ആ വിത്ത് ഡോക്യുമെന്റ് ആണല്ലോ. അതായത് നിയമസഭയിൽ വന്ന, നിയമസഭയ്ക്ക് മുൻപാകെ വന്ന ഉത്തരമാണ് അതിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആധികാരികമായിട്ട് കൊടുക്കുന്നതാണല്ലോ. 930 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ജില്ലാ ആശുപത്രികളിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം കൊണ്ടുവന്നു. ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ ജില്ലാ ആശുപത്രികളിൽ കൊണ്ടുവന്നു. അപൂർവ രോഗ ചികിത്സയ്ക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി സർക്കാർ ആശുപത്രികളിൽ കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജുകൾ, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ, ഇന്റർവെൻഷൻ ന്യൂറോളജി ഉൾപ്പെടെ പുറത്ത് സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ചികിത്സ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായി ചെയ്യുകയാണ്. കരൾ മാറ്റിവയ്ക്ക് ശസ്ത്രക്രിയ 55-60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പുറത്ത് സ്വകാര്യ ആശുപത്രിയിലാകുമ്പോൾ സൗജന്യമായി 2022 ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് ആരംഭിച്ചു. ഡയാലിസിസ് യൂണിറ്റുകൾ പ്രാഥമിക ആരോഗ്യ തരം മുതൽ അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി. നമ്മുടെ ലാബ് നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്തു. അന്ന് ലാബില്ലായിരുന്നു എന്നാൽ ഇന്ന് കാത്ത് ലാബുകൾ പൂർത്തിയാകുന്നു. ഇടുക്കിയിലാണ് അവസാനം സ്ഥാപിക്കാനുണ്ടായിരുന്നത്. ആ അടിമാലിയിൽ ഉള്ള കാത്ത് ലാബും പൂർത്തിയാവുകയാണ്. അത് മാത്രമോ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ കണക്ക് പ്രകാരം 75ാമത് റിപ്പോർട്ടും 79ാമത് റിപ്പോർട്ടും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ 23,000 എന്നുള്ള ചികിത്സാ ചെലവ് നഗരത്തിലേത് 13,000 കുറയുന്നു. 17,000 എന്നുള്ളത് റൂറൽ മേഖലയിലേത് 10,000 കുറയുന്നു. അപ്പൊ ചികിത്സാ ചെലവ് കുറയുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ആശുപത്രികളാണ്. ഇപ്പൊ നിങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നു. ഈ കോന്നി മെഡിക്കൽ കോളേജ് അവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് അവിടെ 4 മെഡിക്കൽ കോളേജുകളിലാണ്. മറ്റത് കല്ലിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. 4 മെഡിക്കൽ കോളേജുകൾ വയനാട്, കാസർഗോഡ്, കോന്നി, ഇടുക്കി കൊണ്ടുവന്നത് ഈ സർക്കാരാണ്. ഇവിടെ ഒരു നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ, പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. 7 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ. 491 ആയിരുന്ന BSc നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം 1200-ലധികമാക്കി. അപ്പോൾ തീർച്ചയായിട്ടും
ആക്രമണം നടത്തും എന്നൊക്കെ പറഞ്ഞ് എന്നെ നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതുവഴി നടന്നു തന്നെ പോകും പുറത്തൂടെ. ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, ഞാൻ ഇവിടെ നടന്നു തന്നെ പോകും.